കോഴിക്കോട്ടേക്ക് പോവുകയാണ് AK ലതീഷ തയ്യാറാണ്. ലതീഷ KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായുള്ള പണിമുടക്ക് കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നത്? ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിനുകളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അവിടെ എത്തുന്ന യാത്രക്കാർക്കൊക്കെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ്, എങ്ങനെ പുരോഗമിക്കുന്നു പണിമുടക്ക്? വിനിഷ, കോഴിക്കോട് ജില്ലയിൽ ആദ്യ മണിക്കൂറുകളിൽ പണിമുടക്ക് പൂർണ്ണമാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളുമൊന്നും സർവീസ് നടത്തുന്നില്ല. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ്, ദീർഘദൂര യാത്രക്കാരായ അല്ലെങ്കിൽ ട്രെയിനിലെത്തിയ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് കോഴിക്കോട് KSRTCയിലുള്ളത്. രാത്രി 12 മണിക്ക് ശേഷം ഒരു സർവീസും കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ചിട്ടില്ല. ജീവനക്കാർ കുറച്ച് പേർ എത്തിയിട്ടുണ്ട് എങ്കിലും ജീവനക്കാരുടെ സംഘടനകൾ നോട്ടീസ് നൽകിയതിനാൽ തന്നെ ബസ് സർവീസ് ആരംഭിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും 10 മണിക്ക് ശേഷം കോഴിക്കോട് നഗരത്തിൽ ആദായ നികുതി ഓഫീസിലേക്കാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും അതേപോലെ തന്നെ പണിമുടക്കിയ ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടക്കുക. CITU സംസ്ഥാന പ്രസിഡന്റും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരോട് ഒരു പ്രതികരണം തേടാമെന്ന് തോന്നുന്നു. കാസർഗോഡ്. എവിടുന്ന് വരിക? കോഴിക്കോട് പാലായി. വാഹനം ഉണ്ടായിരുന്നോ? വാഹനം ഇങ്ങോട്ട് വണ്ടി ബൈക്കിനുള്ളൂ ആക്കി കാസർഗോഡ് പോകണം. വിനിഷ, വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഇവിടേക്ക് കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ ഉള്ളത്. പണിമുടക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ പണിമുടക്കിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് കേന്ദ്രത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയനും അതേപോലെ തന്നെ സർവീസ് സംഘടനകളും ഇന്നത്തെ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്.